ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്റെ സ്ട്രീമിലുള്ള ചേഞ്ചസ്. മൈക്ക് മാറിയിരിക്കുവാണോ? എനിക്ക് ഒരു സെക്കൻഡ് എടാ. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. ഗൈസ്, ഇങ്ങനത്തെയൊക്കെ ഈ സെനാറിയോ ഇഷ്യൂസും ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കോൺട്രവേഴ്സി വേറെ ഒന്നും പറയുമല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് ജസ്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ കോൺട്രവേഴ്സീസും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പം മെയിനായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ അഡ്രസ്സ് ചെയ്ത് പറയണ പ്രശ്നം എന്ന് പറഞ്ഞാൽ വൺ ആൻഡ് ഒള്ളി പ്രശ്നം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയണത് പോലെ ടോക്സിസിറ്റി, അടി ഉണ്ടാകുമ്പോഴും വഴക്കുണ്ടാകുമ്പോഴും ഉള്ള തെറിവിളി, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ സ്ട്രീമിനെ പറ്റിയോ അല്ലെ എന്നെ പറ്റിയോ ഒന്നും ഇതുവരെ ആരും കൊണ്ടുവന്നിട്ടുമില്ല. അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പോയി ഇരുന്ന് കൊടുത്തിട്ടുമില്ല. മനസ്സിലായോ? ഞാനത് ഒരുപാട് കാര്യങ്ങൾ കെയർഫുൾ ആയിട്ട് നോക്കി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിധത്തിൽ ഇപ്പം എപ്പാർട്ട് ഫ്രം എ ഗെയിമർ, ഒരു ഗെയിമറിന് മോളില് എന്നെ കുറെ പേർക്ക് ഈ പറയണത് പോലെ ഈ റിയാക്ഷൻ ഇതായിട്ട് അറിയാം. പിന്നെ ഈ ഷോസ് ഒക്കെ ചെയ്യുന്നത് മ്യൂസിക് റിലേറ്റഡ്, അങ്ങനെ കുറെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അപ്പം ഈ RP സിറ്റുവേഷനിൽ നടക്കുന്ന തെറിവിളിയും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ വെറുതെ വന്നിരുന്ന എൻ്റെ ലൈവിൽ ആരും തെറി വിളിക്കാറില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വൾഗർ ആയിട്ടുള്ള ലാംഗ്വേജസ് ഇങ്ങനെ ഇരുന്ന് പറയാറില്ല. എന്തെങ്കിലുമൊക്കെ ഇത് വരുമ്പം, പ്രത്യേകിച്ച് ഇപ്പം എൻ്റെ ഫാമിലിയൊക്കെ ഈ RPക്കകത്തും അതിനകത്തും ഒക്കെ ഡ്രാഗ് ചെയ്യുന്ന സമയത്താണ് മെയിൻലി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുള്ളത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട് ഓഫ് കൺട്രോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചില സമയത്തൊക്കെ പോവല്ലോ, കുഞ്ഞിനെയും മറ്റേ ഇതെല്ലാം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് മെയിനായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻഡ് ഓഫ് ദി ഡേ ഈ വെളിയിൽ നിന്ന് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഈ സിറ്റുവേഷൻസും RPയിലെ പ്രശ്നവും ഗെയിമിലെ പ്രശ്നവും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വിധത്തിൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബാഡ് ഇൻഫ്ലുവൻസ് ആണ്. ആൾക്കാരിലാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും പിള്ളേരിലാണെങ്കിലും മുതിർന്നവരാണെങ്കിലും. ഇപ്പം TV-യിലൊക്കെ കാണുമ്പോൾ ഭയങ്കര അൺനെസസറി ആയിട്ട് നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഴാന്ന് പറഞ്ഞാൽ അതൊരു ശോകം സിറ്റുവേഷൻ ആയിട്ട് എനിക്കും ഇപ്പം തോന്നി തുടങ്ങി. അതായത് ഞാൻ വേറെ ഒരു കാര്യം പറയാം, ഈ തെറി വിളിക്കാത്തവരൊന്നും മാന്യന്മാരാണെന്ന് മാത്രം വിശ്വസിക്കരുത്. അത് ഞാനൊന്ന് എടുത്തു പറയുകയാണ്. തെറി വിളിക്കാത്തവർ മാന്യത കൊണ്ട് മാത്രമാണ് വിളിക്കാത്തതെന്നൊന്നും വിചാരിക്കരുത്. തെറി വിളിക്കാത്തവന്മാരൊന്നും നല്ലവരുമല്ല അത് ഞാൻ പറയാം. പക്ഷെ അതൊരു തരത്തിൽ ഈ പറയണത് പോലെ ഔട്ട് ഓഫ് ദ ഗെയിം അല്ലെങ്കിൽ ഗെയിം കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ അത് ഞാൻ ഇനി എൻ്റെ സ്ട്രീമിൽ ഞാനൊരു വാക്ക് തരാൻ പോവാണ്. ഞാനത് ഇനി എൻ്റെ സ്ട്രീമിൽ അത് മാക്സിമം കൺട്രോൾ ചെയ്യും. ഈ തെറി വിളിക്കില്ല എന്നല്ല പറയണേ, എന്ന് വെച്ചാൽ ഒരുപാട് വൾഗാരിറ്റി ഉള്ള വേർഡ്സും ഇങ്ങനത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതും അത് ഞാൻ എൻ്റെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യും. മാക്സിമം കൺട്രോൾ ചെയ്യാനുള്ളൊരു ശ്രമം ഞാൻ എന്തായാലും നടത്തും. ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറയണ പോലെ എന്താ, അത് കണ്ടിന്യൂസ്ലി എൻ്റെ ഗ്യാങ്ങിലുള്ള എല്ലാവരുടെ അടുത്തും ഞാനത് കീപ്പപ്പ് ചെയ്യാനും പറയും. മനസ്സിലായോ? അത് കാരണം ഇങ്ങനത്തെ ഒരു സെനറിയോ വരുമ്പോൾ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയണതും അഡ്രസ്സ് ചെയ്യണതും ഒക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണം, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനത്തെ ഒരു സാധനം കൂടി കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു സെനറിയോ വരുമ്പോൾ ഇതിനകത്തോട്ട് വലിച്ചിടാൻ പിന്നെ വേറെ ഒന്നും ഇല്ല ആൾക്കാർക്ക്. മനസ്സിലായോ? ഇത് വേറെ ആരുടെയും എഫക്റ്റ് ഒന്നുമല്ല. എനിക്കാണെങ്കിൽ ഇൻബോക്സിലും DM-ലും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസം ഇങ്ങനത്തെ ഇഷ്യൂസ് പറയുമ്പം നമ്മളെപ്പറ്റി ഒന്നും പറയാതില്ല ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്ജസ്റ്റ് ഇത് ചെയ്യണമല്ലോ, എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കണ്ടൊരു സാധനമാണ് മെയിനായിട്ട് ഇത്. അപ്പം അതും കൂടി ഒന്ന് കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നി. ഇത് മെച്യൂരിറ്റി അങ്ങനെ ഒരു സാധനം അല്ലടാ. ഇമ്മച്യൂർ ആയിട്ട് പറയണതല്ല അത്. ശരിക്കും നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ പറയുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് ഒരു ഹ്യൂജ് കൗണ്ട് ഓഫ് ഓഡിയൻസിന് മുമ്പിലോട്ട് എത്തുമ്പം അത് ഒബ്വിയസ്ലി ടോക്സിസിറ്റി പോലെ ഒരു സാധനം ആവും അത്. മനസ്സിലായോ? അത് മേ ബി ഇനി പാസ്റ്റിൽ നമ്മൾ ചെയ്തത് തെറ്റാണെങ്കിലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാനോ റെഡിയാണ്. അതിനിപ്പോൾ എന്തെങ്കിലും പെനാൽറ്റീസ് ഉണ്ടെങ്കിൽ അത് എടുക്കാനും ഞാൻ റെഡിയാണ്. അതിൽ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് മുന്നോട്ട് ഇനി ഇത് ഉണ്ടാവാതെ നോക്കുക എന്നുള്ളൊരു സാധനം ഞാൻ എന്തായാലും കീപ്പ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. മോസ്റ്റ്ലി എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. മനസ്സിലായോ? അതേ ഉള്ളൂ. ഇല്ല, ഞാൻ വേറെ ആരും താറ്റിയും ഇതാക്കിയും പറഞ്ഞതല്ല കേസ്. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഞാൻ വേറെ ആരുടെ അടുത്തുള്ള ഇതുകൊണ്ടോ താറ്റിയോ ദേഷ്യത്തിലോ അങ്ങനെ പറഞ്ഞതല്ല. എനിക്കായിട്ട് അത് ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് ആണ് ഇതാക്കിയത്. ഞാൻ ബീപ്പ് സൗണ്ട് എന്തായാലും ഞാൻ സെറ്റ് ചെയ്യും. ഇൻ കേസ് എനിക്ക് അങ്ങനെ എന്തെങ്കിലും പറയണം എന്നുണ്ടെങ്കിൽ സെൻസേർഡ് ആയിട്ട് ബീപ്പായിട്ടായിരിക്കും വരുള്ളൂ. ഇനി മനസ്സിലായ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. മലയാളം ടെക്കീസിന്റെ വീഡിയോ ഞാൻ മലയാളം ടെക്കീസിന്റെ വീഡിയോ കണ്ടതാണ് ഗൈസ്. എനിക്കറിയാം നിങ്ങളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്.
ബ്ലൈൻഡ് ഇഷ്യൂ സ്പാം ചെയ്യണ്ട. ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത് പബ്ലിക്കായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബ്ലൈൻഡിൽ ആസ് ആൻ ഓർഗ് അതിൽ കുറേ പ്രശ്നങ്ങളും ഇഷ്യൂസും നടന്നിട്ടുണ്ട്. അതിൽ കുറെ, അതായത് അതിൽ ഞാൻ ഈ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കാണുന്ന ശരത്തേട്ടനോ അല്ലെങ്കിൽ സാത്താനോ ഇവർ മാത്രമല്ല ബ്ലൈൻഡിലുണ്ടായിരുന്നു. ബ്ലൈൻഡിൽ ഒരുപാട് വേറെ എലവേറ്റർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ദുബായ് വിങ് അടക്കം അതിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അത് ഞാൻ ഒരിക്കലും ന്യായീകരിക്കത്തില്ല. സ്റ്റിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ വളരെ സത്യമുണ്ട്. ഈവൻ എനിക്ക് പോലും സ്റ്റിൽ ബ്ലൈൻഡിൽ നിന്ന് പൈസ കിട്ടാനുണ്ട്, സ്ട്രീം ചെയ്ത് ഒരുപാട് പൈസ കിട്ടാനുണ്ട്. പക്ഷേ സ്ട്രീമിങ്ങിന്റെ അല്ലെങ്കിൽ ബ്ലൈൻഡ് ഓർഗനൈസേഷന്റെ ബന്ധത്തിന്റെ പുറത്തല്ല ശരത്തേട്ടൻ എൻ്റെ കൂടെ ഉള്ളത്. ശരത്തേട്ടൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ലൈഫിൽ എന്താണെന്നുള്ള കാര്യം അറിയാം. അതിൽ ബ്ലൈൻഡിന് ഒരുപാട് പൈസ ലോക്കോടെ നിന്നും കിട്ടാനുണ്ട്, മനസ്സിലായോ? അതിന്റെ കേസസ് ഒക്കെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇത് ആ സമയത്ത് നടന്നതാണ്. ഞാനടക്കം കേരളത്തിലെ ഒരുപാട് ക്രിയേറ്റേഴ്സിന് ഇതിനകത്തുനിന്ന് പൈസ കിട്ടാനുണ്ട്. ബട്ട് സ്റ്റിൽ അവർക്ക് ഇത് എടുത്തു കൊടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ന്യായീകരിക്കുന്നല്ല, എനിക്ക് ഇവര് പറഞ്ഞതിനേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ട്. സത്യമായിട്ട് ഞാൻ പറയുക, എനിക്ക് അതിലും വലിയ എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. പക്ഷേ ഇത് കേസിന് പോയിട്ട് അവർ ബുദ്ധിമുട്ടിച്ചിട്ടോ കാര്യമില്ല. ഇത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടണമല്ലോ. ഈ ലോക്കോടെ കയ്യിൽ നിന്നും കിട്ടണം. ലോക്കോടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അവർക്ക് കുറച്ച് ഫണ്ട്, ആ ഫണ്ടും കാര്യങ്ങളൊക്കെ ഇനി കിട്ടണം, മനസ്സിലായോ? എടാ കൊട്ടെ, സരക്ക് നിന്നേക്കാൾ മുകളിൽ പോകുമെന്ന് വിചാരിച്ചല്ലേ നീ ഒഴിവാക്കിയത്? എവിടെ? ഈ വീടിന്റെ മുകളിലോ? ഇതിന് മുകളിലോട്ട് ഷെയർ ഇല്ല, ഇവിടെ വരെ ഉള്ളൂ. 2 നിലയേ ഉള്ളൂ ഈ വീടിന്. ഇനി 3ാമത്തെ നിലയോ ഫ്ലാറ്റോ എല്ലാം മേടിക്കുമ്പോൾ പറയാം. ഓരോ തോന്മാര്. അതെ, അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ. ഞാൻ തെറിയൊന്നും പറയില്ലെന്ന് പറഞ്ഞപ്പോ ഇനി എന്തേലും പറയോ. അവനൊരു നൈസായിട്ടൊരു ടെസ്റ്റ് അടിച്ച് നോക്കിയതാ. പക്ഷെ ഞാൻ ടെസ്റ്റ് പാസ്സായി, കറക്റ്റായിട്ട് മെച്ചുവർ ആയിരുന്നു. പിന്നെ അല്ലാതെ ഗൈസ്, അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. അസൻസിയുടെ RP കണ്ടോ? ഇല്ലില്ല, യു പാസ്ഡ് ഒന്ന്. സത്യല്ലേ? പാസ്സായി. അയ്യോ, പിന്നെ ഗൈസ്, ഒരു പ്രത്യേക ഒരു വലിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അധികം മറന്നുപോയൊരു കാര്യമാണ്. നമ്മുടെ ലൈവ് കാണുന്ന ഒരു പുള്ളി എനിക്ക് അഡ്രസ് ചെയ്യും. ബ്രോ താങ്ക് യു സോ മച്ച് 2000 പോയിസ്. നൈസ് ട്രൈ, നെവർ ട്രൈ അഗെയിൻ. ബ്രോ താങ്ക് യു സോ മച്ച്. കറക്റ്റ് അത് എങ്ങനെയാ വായിക്കുന്നത്? വൈവേറൻ 14. താങ്ക് യു സോ മച്ച് 2000 പോയിന്റ്സ്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ മെമ്പർഷിപ്പ് എടുക്കുന്ന, ഗിഫ്റ്റ് ചെയ്യുന്നവരും അതുപോലെ കിക്ക് പോയിന്റ്സ് അയക്കുന്നവരും, നിങ്ങൾ ഇത് അയക്കുന്ന സമയത്ത് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പേയ്മെന്റ് അതിനകത്തുനിന്ന് കാർഡ് ആഡ് ചെയ്തതിനു ശേഷം കാർഡ് റിമൂവ് ചെയ്ത് കളയാ. ഒരു ബ്രോയ്ക്ക് ആക്ച്വലി ആ പുള്ളി ഒരു 5 സബ്സ്ക്രിപ്ഷൻ ആർക്കോ ഗിഫ്റ്റ് ചെയ്തായിരുന്നു, 5ഓ 6ഓ എന്തോ. അടുത്ത ദിവസം അതേ സമയമായപ്പം വീണ്ടും ആ സബ്സ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിഫ്റ്റ് ആയി. ആഡ് ചെയ്തിട്ട് പോയാൽ മാസാവസാനം വരുമ്പോ പട്ടിണിയാവേ. ഉള്ള കാര്യം പറയാം. ഡെയിലി 5 വെച്ച് പൊക്കോട്ടിരുന്ന ആലോചിച്ച് നോക്കി. 6000 രൂപ ഒരു ദിവസം വെച്ച് 30 ദിവസം ആകുമ്പോ എത്രയായി? അയ്യോ, 90,000 രൂപ, 1,00,000 രൂപ പോയി കിട്ടും അക്കൗണ്ടിൽ നിന്ന്. അതുകൊണ്ട് ആരെങ്കിലും കൈസ് ഇതിനകത്ത് എന്തെങ്കിലും കിക്കിലോ നിങ്ങൾ എന്തിൽ ആഡ് ചെയ്താലും വൺസ് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഈ മലയാളൊക്കെ ഡെയിലി 50 ചെയ്ത് ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞൂടാ കേട്ടാ. അയ്യോ, അപ്പൊ അതൊന്ന് നോക്കണം കൈസ്, എല്ലാവരും നോക്കണം. കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൺസ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം റിമൂവ് ചെയ്യുക കേട്ടാ. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സാധനങ്ങൾക്ക് OTP പോലും ചോദിക്കാറില്ല. പിന്നെ ഒരു കാര്യമുണ്ട് ഗൈസ്, ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു ഈ TV-യുടെ പിള്ളേരുടെ കൂടെ റിസോർട്ടിൽ പോയെന്ന്. ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ iWatch മറന്നിട്ട് പോയി. വാച്ചില്ല കയ്യിലിപ്പോ, വാച്ച് പോയി. താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. ആ വാച്ച് അവിടെ ഉറക്കപ്പിച്ചിൽ അവിടെ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പോയിരുന്നു, മനസ്സിലായോ? ഞാൻ എന്നിട്ട് ഞാൻ ഓർത്ത് ബാഗിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ ആ ബാഗിൽ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയിരുന്ന് ഇന്നലെ പുറത്ത് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ബാഗിലില്ല. അന്വേഷിച്ചപ്പോൾ എന്തോ ഷൺമുഖമാമൻ അതും കെട്ടി നടക്കണം ആലപ്പുഴയെ കൂടെ. ഷൺമുഖമാമന്റെ കയ്യിലുണ്ട് ചാർജ് ഒന്നും ചെയ്യാത്ത ഒരു iWatch അൾട്ര. ഷൺമുഖമാമൻ ഇതും കെട്ടി ഇങ്ങനെ നടക്കണേ. ഷൺമുഖമാമൻ പറഞ്ഞ് ഒരേ അവിടെ വഴിന്ന് കിട്ടിയതാ, പൂളിന്റെ സൈഡിൽ നിന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞ് പുള്ളി കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു. ചാർജ് ഒന്നും ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു പുള്ളിക്ക്. പുള്ളി ആയതുകൊണ്ട് നമുക്കത് തിരിച്ചു തന്നു, ദൈവം സഹായിച്ച്. കണ്ണാപ്പിയുടെ കയ്യിലുണ്ട്. ഷൺമുഖമാവൻ ആരാണോ? ഷൺമുഖമാവൻ ആ റിസോർട്ടിന്റെ കെയർ ടേക്കർ. എന്തൊക്കെ സംഭവിച്ചത് അറിയോ? അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം.